Hi all, welcome back to Sumaya De Couture. Hi, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു കോട്ടൺ ട്വിസ്റ്റ് ഹെഡ് ബാൻഡിൻ്റെ സോയിങ് സ്റ്റെപ്സ് ആണ്. അതിനു വേണ്ടി ഞാൻ ഒരു 2 സ്ട്രിപ്പ് ഓഫ് ഫാബ്രിക് ആണ് യൂസ് ചെയ്യുന്നത്. 2 ലോങ് സ്ട്രിപ്സ് ആണ്. തേർഡ് വൺ ഒരു ഷോർട്ട് സ്ട്രിപ്പും ലോങ് സ്ട്രിപ്പിൻ്റെ ലെങ്ത് 21 ഇഞ്ചാണ്. അതായത് നമ്മുടെ ഹെഡ് സർക്കംഫറൻസിൻ്റെ മെഷർമെൻറ്റിൻ്റെ കൂടെ നമുക്കൊരു 3 ഇഞ്ച് ലെസ് ചെയ്യാം. ഓക്കെ, ടോട്ടൽ ഹെഡ് സർക്കംഫറൻസ് ഇപ്പോൾ 24 ഇഞ്ചാണെങ്കിൽ 21 ഇഞ്ച് നമുക്ക് ഫാബ്രിക്കിൻ്റെ ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം. വിഡ്ത്ത് ഓഫ് ദ ഫാബ്രിക് 7 ഇഞ്ചാണ്. നാരോ ഹെഡ് ബാൻഡാണ് വേണ്ടെങ്കിൽ നമുക്ക് വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യാം. ഒരു 4 to 5 ഇഞ്ച് വെച്ച് നമുക്ക് വിഡ്ത്ത് കുറഞ്ഞ ഹെഡ് ബാൻഡ് കിട്ടും. ഇങ്ങനെ 2 സ്ട്രിപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, 21 ഇഞ്ചും 7 ഇഞ്ചും ഉള്ള. തേർഡ് സ്ട്രിപ്പ് ഒരു ഷോർട്ട് വൺ ആണ്. അത് 3 ഇഞ്ച് വിഡ്ത്തും 3 ഇഞ്ച് ലെങ്ത്തും 7 ഇഞ്ച് വിഡ്ത്തുമുള്ള ഫാബ്രിക്കാണ്. അതിലാണ് ഞാൻ ലാസ്റ്റിക് അറ്റാച്ച് ചെയ്യുന്നത്. അത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഉള്ള ഇലാസ്റ്റിക് വയ്ക്കുന്നു. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനതിൽ ക്യാൻവാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതൊരു ഫ്യൂസബിൾ ക്യാൻവാസ് ആണ്. ഞാനതൊരു നമുക്ക് ഈ ഫാബ്രിക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് പിൻ ചെയ്യാം. നോർമൽ സ്റ്റെപ്പാണ്. നമ്മളത് രണ്ടായിട്ട് ലെങ്ത് വൈസ് ഫോൾഡ് ചെയ്യും. ലെങ്ത് വൈസ് ആണ് ഡയറക്ഷൻ ഓഫ് ഫാബ്രിക്. അതിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ച് പിൻ ചെയ്യാം. പിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 1/2 ഇഞ്ച് ടു 3/8 ഇഞ്ച് സീം അലവൻസിൽ, അതായത് സ്റ്റിച്ച് വിഡ്ത്തിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 ഫാബ്രിക്കും പിൻ ചെയ്യുക. ഞാൻ ഈ 2 കോട്ടൺ ഫാബ്രിക്കിലും ക്യാൻവാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫ്യൂസബിൾ ക്യാൻവാസ് കോട്ടൺ ഫാബ്രിക് ആകുമ്പോൾ നമുക്കൊരു തിക്നെസ് കിട്ടും. ക്യാൻവാസ് അറ്റാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സോയിങ് ക്യാൻവാസും അറ്റാച്ച് ചെയ്യാം. ഫ്യൂസബിൾ ക്യാൻവാസ് നമ്മൾ അയൺ വച്ചാണ്, അത് പ്രസ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ ഉള്ള സ്ട്രിപ്പിൽ നമ്മൾ ഇലാസ്റ്റിക്കും അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ നെക്സ്റ്റ് സ്റ്റെപ്പ് കാണിക്കാം. സോ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫാബ്രിക് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. റോങ് സൈഡ് കണ്ട് റൈറ്റ് സൈഡിൽ വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. സ്റ്റിച്ചിങ്ങിന് ശേഷം ഇതുപോലെ ഫാബ്രിക് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. സീം ലൈൻ, അതായത് സ്റ്റിച്ചിങ് ലൈൻ നമുക്ക് മുകളിൽ സെൻട്രലായിട്ട് കാണാൻ പറ്റും. നമുക്കത് ഒരു പ്രസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ, അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ലൈൻസ് ക്ലിയർ ആയിട്ട് കാണാം. ഇതാണ് 2 സ്ട്രിപ്പ്. അത് റൈറ്റ് സൈഡാണ്. ഇതിനാണ് നമ്മൾ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഇലാസ്റ്റിക് 4 ഇഞ്ച് വിഡ്ത്ത് ലെങ്ത് ഉള്ള ഇലാസ്റ്റിക്കാണ് സ്ട്രിപ്പിൽ അറ്റാച്ച് ചെയ്തേക്കുന്നത്. നെക്സ്റ്റായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇലാസ്റ്റിക്കും ഈ സ്ട്രിപ്പും അറ്റാച്ച് ചെയ്യുന്നത് കാണാം. 2 സ്ട്രിപ്പും പെർപെൻഡിക്കുലർ ആയിട്ട് വയ്ക്കുക. അതിൻ്റെ രണ്ടിൻ്റെയും സ്റ്റിച്ചിങ് ലൈൻ നമുക്ക് ഫേസ് ചെയ്യുന്ന മുകളിലേക്കാണ് നമുക്ക് കാണാൻ പറ്റും. അത് ക്രോസ് ചെയ്ത് വയ്ക്കുക. നമ്മളിത് ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ ജേഴ്സി ഫാബ്രിക് യൂസ് ചെയ്തിട്ടുള്ള ഹെഡ് ബാൻഡിലും ചെയ്തിട്ടുണ്ട്. സ്ട്രെച്ചബിൾ ഫാബ്രിക്കിലും ഇതേ പ്രോസസ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ റോങ് സൈഡ് ഒരുമിച്ച് വെച്ചാണ് പിൻ ചെയ്തത്. അതായത് സീം ലൈൻസ് രണ്ടും ഫേസ് ചെയ്യുന്ന രീതിയിൽ 2 എൻഡ്സും പിൻ ചെയ്ത് വയ്ക്കുക. പുറത്ത് നമുക്ക് ഇതാണ് റൈറ്റ് സൈഡ്, അതായത് ഗുഡ് സൈഡ്. സോ നമ്മൾ
ഓൾറെഡി ട്വിസ്റ്റിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് ഓൾറെഡി ഒരു ക്രോസ്, ഇതാണ് നമ്മൾ ഹെഡിൽ വയ്ക്കുന്ന ഏരിയ, നമ്മൾ ഫേസ് ചെയ്യുന്ന ഏരിയ. നമുക്ക് ഈ രണ്ട് എൻഡുകളും ലാസ്റ്റിക് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് റൈറ്റ് സൈഡ് ഓഫ് ദ ഫാബ്രിക് ആണ്, നമുക്ക് കാണാൻ പറ്റും സീം ലൈൻ അകത്താണ്. അതുപോലെ ലാസ്റ്റിക്കിൻ്റെയും റൈറ്റ് സൈഡ് നോക്കുക, ഇത് റോങ് സൈഡാണ്, സീം ലൈൻസ് ഉള്ള ഇത് റോങ് സൈഡാണ്. സോ നമ്മൾ റൈറ്റ് സൈഡ് ഓഫ് ദ ലാസ്റ്റിക് അറ്റാച്ച് ചെയ്യുക റൈറ്റ് സൈഡ് ഓഫ് ദ ഫാബ്രിക്കുമായിട്ട്. രണ്ട് റൈറ്റ് സൈഡും ഒരുമിച്ച് പിൻ ചെയ്യുക. നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്ത് അത് പിൻ ചെയ്യാം. ഈ പ്രോസസ്സ് നമുക്ക് നെക്സ്റ്റ് സൈഡിലും ചെയ്ത് കൊടുക്കാം. ലാസ്റ്റിക്കിൻ്റെ നെക്സ്റ്റ് സൈഡ് ലാസ്റ്റിക്കിൻ്റെ അത് മറ്റേ എൻഡ് നമ്മൾ ഈ സ്ട്രിപ്പായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ്. ഫോൾഡ് ചെയ്ത് പിൻ ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഈ രണ്ട് എൻഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. സോയിങ് മെഷീനിൽ വെച്ച് നമ്മളൊരു 2-3 സ്റ്റിച്ചസ് കൊടുക്കുക. അപ്പോൾ അതവിടെ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും, വിട്ടുപോവില്ല. സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സസ് ഫാബ്രിക്കും അതുപോലെ എക്സസ് ഉള്ള ത്രെഡൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് വെക്കാം. ഒരു 1/8 ഇഞ്ച് എക്സസ് ഫാബ്രിക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. നെക്സ്റ്റ് രണ്ട് സൈഡിലെയും എക്സസ് ആയിട്ടുള്ളത് നമുക്ക് ട്രിം ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ഹെഡ് ബാൻഡ് റൈറ്റ് സൈഡിലേക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പോവുകയാണ്. ബാഗ് പോലൊരു കവറേജ് കിട്ടും. ഇതാണ് റൈറ്റ് സൈഡ് വ്യൂ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സ്റ്റിച്ചിങ് ലൈൻ ഉള്ളത്. സ്റ്റിച്ചിങ് ലൈന് നമ്മൾ അത് ക്രോസ് ചെയ്ത് വെച്ചേക്കാണ്, ഹൈഡ് ചെയ്തേക്കാണ്. സോ ഇങ്ങനെ ഈ വേസ്റ്റ് ബാൻഡ്, ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെഡ് ബാൻഡാണ്.